ഇതെന്തിനാന്നറിയാലോ? ഒരു പെണ്ണിന്റെ ജീവിതമാണ് നീ നശിപ്പിച്ചത്. നിന്നെ എന്നെ തല്ലരുത്. മിണ്ടരുത്. നീ മറ്റൊരു രംഗനാവുന്നോടാ. കൊന്നോളാം ഞാൻ. ഇല്ല, ലക്ഷ്മി, ലക്ഷ്മി എന്റെ. ലക്ഷ്മിയുടെ കഴുത്തി കെട്ടാനാ. അറിയാതെ ചെയ്തു പോയ തെറ്റിന് അവിടെ കാലിൽ വീണ് മാപ്പ് പറയും ഞാൻ. എന്നിട്ട് നിങ്ങളുടെ അനുഗ്രഹത്തോടെ. സത്യമാണോ നീ പറയുന്നത്? അതെ, അവളെ ചതിക്കില്ല. അയ്യോ, നീ ഇപ്പൊ അവളെ കാണണ്ട. ഞാൻ സംസാരിക്കാം അവളോട്. ലക്ഷ്മി, പറയുന്നത് കേക്കൂട്ടി. മനഃപൂർവ്വം നിന്നെ ചതിക്കാൻ വേണ്ടി ചെയ്തല്ല അവൻ. നിന്നോടുള്ള സ്നേഹക്കൂടുതൽ തന്നെ അവനെ കൊണ്ട് അത് ചെയ്യിച്ചത്. സ്നേഹം എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തോട് മാത്രമല്ല. എന്താ അവനൊരു കുറവ് പറയാൻ? ഒരു ദുശീലവും അവന്റെ കയ്യിലില്ല. അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട്. നടന്നത് 4 ആളറിയാതെ എത്രയും പെട്ടെന്ന് കല്യാണത്തിനുള്ള ഏർപ്പാട് ചെയ്യാം. എന്താ? നോക്ക്, നിന്റെ പ്രയാസം നീ കരഞ്ഞു തീർക്കാന്നല്ലാതെ അച്ഛൻ അറിയാൻ ഇടവരരുത്. പാവം മനുഷ്യന്റെ നെഞ്ചു പൊട്ടും. എന്താ നീ ഒന്നും പറയാത്തത്? ഞാൻ എന്ത് പറയണം? എല്ലാം നിങ്ങൾ തീരുമാനിക്കല്ലേ. ഒന്നോർത്തോളൂ, എനിക്കുണ്ടൊരു ചെറിയ മനസ്സ്. ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ട്, ഒരു ജീവിതം. അതെല്ലാം അങ്ങനെ എളുപ്പം എനിക്ക് മറക്കാൻ കഴിയില്ല. അനുചേച്ചി, അനുചേച്ചി പോകുവാ? ആര് പറഞ്ഞു? അനുചേച്ചി എവിടെ പോകുന്ന? ഡൽഹിക്ക് കൊണ്ടുപോവാനല്ലേ അവരൊക്കെ വന്നിരിക്കുന്ന. ഞങ്ങൾക്കറിയാം, ഞങ്ങളെ പറ്റിക്കാൻ പറയാ പോവില്ലാന്ന്. എന്റെ പൊന്നു പിള്ളേരെ, അനുചേച്ചി പ്രോമിസ് ചെയ്യുന്നു, ഞാൻ എങ്ങും പോവില്ല പോവില്ല പോവില്ല. എന്താ വിശ്വാസമില്ലേ? കുറച്ചൊക്കെ വിശ്വാസമായി. അത്ര വിശ്വാസമേ ചേച്ചിക്കുള്ളൂ. ഇനി ചെല്ലേ, ചേച്ചിക്ക് കുറച്ച് ലോൺലി ആയിട്ടിരിക്കണം. ഓക്കെ? തന്നെ ഒന്ന് തനിച്ചിട്ടാ നടക്കായിരുന്നു ഞാൻ. കുറച്ച് സംസാരിക്കാം. എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് വന്നു എന്ന് ഞാൻ സമ്മതിക്കാം. പാസ്റ്റ് ലൈഫിൽ ഞാൻ സാമാന്യം നല്ലൊരു ഫ്ലർട്ടാണ്. എൻ്റെ സറൗണ്ടിങ്സ് അങ്ങനെ ആയിപ്പോയി. അതൊക്കെ നമുക്ക് വിടാം. തന്നെ എനിക്കിഷ്ടമായതുകൊണ്ടാ. മറ്റൊരു പെണ്ണിൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ കൺഫസ് ചെയ്യുകയൊന്നുമില്ല. ഇനിയുള്ള ലൈഫ് ചേഞ്ച് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം, തനിക്ക് വേണ്ടി. ഞാനൊരു ഭാഗ്യപരീക്ഷണത്തിന് മുതിരണം എന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? സംതിങ് ലൈക്ക് ദാറ്റ്. ചിലപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലേ? ഇല്ലെങ്കിലോ? പലതും സഹിച്ച് കണ്ടില്ലെന്ന് നടിച്ച് ഞാൻ ആർക്കോ വേണ്ടി ജീവിച്ചു തീർക്കണം അല്ലേ? എന്നെ വിട്ടേക്കരുൺ. എനിക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. തുറന്നു പറഞ്ഞാ ഐ ഡോണ്ട് ലൈക്ക് യു. എടി പുല്ലേ, നീ വലിയ ആളയമയല്ലേ? അതിനതൊക്കെ ഒന്നും നിന്റെ കയ്യിലില്ല. എന്തോ ഒരു അട്രാക്ഷൻ എവിടെ എനിക്ക് തോന്നി. ഞാൻ ആഗ്രഹിച്ച കിട്ടാൻ എനിക്ക് പല വഴികളുമുണ്ട്. നീ വെറും ഒരു പെണ്ണാണെന്ന് നിനക്ക് ബോധ്യം വരികയാണ് ആദ്യം വേണ്ടത്. അതിനേ എന്ത് ബോറാ ഇഷ്ടായത്. പരാക്രമം പെമ്പിള്ളേരിലല്ല വേണ്ടതെന്ന് ആരോ പറഞ്ഞത് കേട്ടിട്ടില്ലേ? കഷ്ടം, ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യേ. ചേച്ചേ, പോട്ടെ, സാരല്ല. ഒരിക്കലൊക്കെ ആർക്കും ഒരു കൺസിഡറേഷൻ ഉണ്ട്. പക്ഷെ 2ാം വട്ടം കൈമുക്കിയാവുന്നല്ല പേട കിട്ടാൻ. ശിവൻ, എന്താ ഇത്? നിർത്ത. ഇവനെന്താ ഭ്രാന്തുണ്ട്? ഭ്രാന്ത് എനിക്കല്ലോ. വല്ല കൊമ്പത്താണെന്ന് പറഞ്ഞ് എഴുന്നള്ളിച്ചിട്ട് വന്ന ഈ ചെറുക്കനാ. ശിവൻ, ഷട്ട് യുവർ മൗത്ത്. താൻ പരിധി വിട്ട് പെരുമാറുന്നു. മേജർ സാർ എന്താ ഉണ്ടായെന്ന് അനിയോട് ചോദിച്ചു നോക്ക്. എനിക്ക് എക്സ്പ്ലനേഷൻ വേണ്ട. താൻ പോണം. എന്റെ മുമ്പിൽ നിന്ന് പാൻ. മിണ്ടരുത്. ശിവനോടാ പറഞ്ഞത്. എന്റെ കൺവെട്ടത്ത് തന്നെ കാണരുത്. ഓക്കെ സാർ, ഓക്കെ. കേൾക്കാനുള്ള മനസ്സാന്നിധ്യം സാറ് കാണിക്കാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ശിവൻ അങ്കിൾ, ശിവന്റെ കൂടെ എന്നെ കൂടി പോകാൻ അനുവദിക്കണം. അനിത, എന്താ നിനക്ക്? ഇല്ലെങ്കിൽ അച്ഛനായിരുന്നു ചൂണ്ടിക്കാണിക്കാനില്ലാതെ എനിക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടി വരും. ശിവന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുകയാണ്. മോളെ, നീ? അതെ അങ്കിൾ. എന്താ ഇത്? താൻ എന്തായി പറയുന്നേ? എന്താ ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണോ? ഓർമ്മയില്ലേ അന്ന് മഴയത്ത് കുന്നിൻ ചെരുവിലൂടെ? ഏത് കുന്നിൻ ചെരുവ്? ഏത് മഴ? പോക്കിരുത്തം പറയരുത്. ശിവൻ, നിങ്ങൾ എസ്കേപ്പ് ചെയ്യാനുള്ള ഭാവ?
ബോധ്യമാവുന്നൊരു കാരണം എന്റെ ഡാഡിയോടും മമ്മിയോടും പറയാൻ നിങ്ങൾ പറഞ്ഞില്ലേ? അല്ല അതിനിങ്ങനെ ഇതൊരുമാതിരി മേജർ സാർ ഈ അനിത അനിമോളെ എന്താ പറ്റിയ നിനക്ക്? ലീല പെട്ടെന്ന് റെഡി ആയിക്കോളൂ. എത്രയും വേഗം നമ്മൾ ഇവിടുന്ന് പോകുന്നു. ഈ അവസരത്തിൽ ഏതവസരം? നമ്മൾ തിരിച്ചു പോകുന്നെന്ന്. വന്നത് മോളെ കാണാനും കൂടെ കൊണ്ടുപോകാനുമായിരുന്നില്ലേ? ഇപ്പൊ ആ മോള് മരിച്ചെന്ന് മനസ്സിലാക്കി ഇരിക്കപ്പെണ്ടാൻ വെച്ച് നമ്മൾ തിരിച്ചു പോകുന്നു. ഐ എം സോറി മൈ സൺ. ഞാൻ നിന്നോട് അപ്പോളജൈസ് ചെയ്യുന്നു. ഇങ്ങനെ പെട്ടെന്നൊരു ഡിസിഷൻ ശേഖരേട്ടൻ ഒന്നും പറയണമെന്നില്ല. ഇത്രയും കൊണ്ടെത്തിച്ച എന്നെ ധാരാളമായി. എന്റെ ഡിസിഷൻസ് എല്ലാം പെട്ടെന്നായിരിക്കും, അതുപോലെ ബോൾഡും. താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ഇതിൽ കൂടുതൽ ഒരച്ഛനെ ശിക്ഷിക്കാനില്ലല്ലോ. ഒരപേക്ഷയുണ്ട്, ഒരിക്കൽ പോലും തമ്മിൽ കാണാനൊരു സാഹചര്യം ഉണ്ടാക്കരുത്. എന്ത് തെറ്റാ നിന്നോട് ഞങ്ങൾ ചെയ്തത്? ചാകാൻ കിടന്നതിന്റെ ജീവൻ രക്ഷിച്ചതോ? ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ, സ്വന്തം മകനെ പോലെ സ്നേഹിച്ചോ? ഒരിക്കലും ശിവന്റെ കയ്യിൽ നിന്ന് തെറ്റുണ്ടാവാൻ പാടില്ലായിരുന്നു. അങ്കിൾ, ഐ എം സോറി. ശിവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതായപ്പോ ഞാൻ പറഞ്ഞു കള്ളമാണത്. തെറ്റായിട്ട് എന്റെ വിരൽത്തുമ്പിൽ പോലും ശിവൻ തൊട്ടിട്ടില്ല. അനിത, എന്തൊക്കെയാ കുട്ടി പറയണത്? എന്താ സത്യം? അങ്കിളിനോടും ആന്റിയോടും പറയുന്നത് തന്നെയാണ് സത്യം. എന്നും അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളൂ. പാവം ശിവനെ വെറുതെ വഴക്കേൽപ്പിച്ചു. കേട്ടതാണോ? പറയുമ്പോ ഞാൻ അനുഭവിച്ച ടെൻഷനോ? സ്നേഹിച്ചു പോയില്ലേ ഈ തെമ്മാടിയെ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? കളയടാ മോനെ ഈ പെണ്ണിന്റെ ഒരു കുരുത്തം കെട്ട നാക്ക്. ആ പ്രപ്പോസലിൽ നിന്ന് രക്ഷപ്പെടുക എന്നതിൽ കൂടുതൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നും ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കുമെന്നും അവരെ അറിയിക്കുകയായിരുന്നു എൻ്റെ ആവശ്യം. തന്റെ ആവശ്യം? അതിനകത്ത് തുള്ളാൻ കിട്ടുന്ന കോന്തനാണ് ഞാനെന്ന് കരുതിയോ? തന്നെ കെട്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അതോ പ്രേമമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെന്ത് പോക്കൃത്തര താൻ കാണിച്ചേ? ജീവിതത്തിൽ ഞാൻ ഇത്ര ഇൻസൾട്ടഡ് ആയിട്ടില്ല. എന്റെ ഡാഡിയുടെയും മമ്മിയുടെയും എന്റെ ഡാഡിയും മമ്മിയും പോയി പണി നോക്കാൻ പറയാം. രണ്ടിനോടും അർഹിക്കുന്നതിൽ അധികം സ്നേഹം തരുന്ന രണ്ടുപേരുണ്ടല്ലോ ഈ വീട്ടിൽ. അവർ രണ്ടു നിന്ന് ഉരുകില്ലേ ഞാനൊരുത്തൻ കാരണം? തെറ്റെന്റേതാണ്. ഞാൻ മാപ്പ് ചോദിക്കുന്നു ശിവനോട്. തന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മിൽസൺ ബോൺ പുസ്തകങ്ങളുടെ ജീവിതത്തെ എനിക്കറിയൂ. അപ്പർ ക്ലാസ്സിലെ ചില ഇന്നാമൺ സെന്റിമെന്റ്സും സൂപ്പർഫിഷ്യൽ ബന്ധങ്ങളും എനിക്ക് പുച്ഛം. അതൊക്കെ എന്ത് വേണേലും പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. കൂട്ടത്തിൽ എന്നെ ഉപേക്ഷിക്കില്ല എന്നൊരു വാക്ക്, എനിക്കത് മതി. തനിക്ക് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഒരു സുഹൃത്ത് ബന്ധത്തിനപ്പുറത്തൊന്നും എന്റെ മനസ്സിലില്ല. ആഗ്രഹിച്ചിട്ട് ഫലമില്ല.